choice is you. So don't you worry your pretty little mind. Life makes love look hard. ഹലോ. അപ്പൊ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുകൾക്ക് പോയിട്ട് എനിക്കൊരു ഹാമ്പർ സെറ്റ് ആക്കാണ്ടായിനി. അപ്പൊ അത് വേഗം സെറ്റ് ആക്കി വെക്കാണ്. പിന്നെ ഈ ഒരു ഡ്രൈ ഫ്ലവർ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇടാനാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിയാത്തോണ്ട് തന്നെ ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ആണ് ഇട്ടത്. ഇത് സൺഡേ ആണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടികളുണ്ട്. ഇപ്പൊ ഞാൻ ആ ബോക്സിന്റെ മുകളിൽ കുറച്ചൊന്ന് ഒരു എസ്തെറ്റിക് ആൻഡ് വിന്റേജ് ഒക്കെ ആയിട്ടൊരു ഡെക്കറേഷൻ ചെറുതായിട്ടൊന്ന് കൊടുക്കാണ്. പിന്നെ എനിക്ക് നോർമലായിട്ടുള്ള നമ്മളെ ഹാമ്പറിനെക്കാട്ടിലും കൂടുതൽ ഇതേപോലെ വിന്റേജ് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. മറ്റേത് ഇഷ്ടമല്ല എന്നല്ല, എന്നാലും നമുക്കൊരു താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതാകുമ്പോ ചെറിയ ലെറ്റർ, ചെറിയ ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് ഓരോ മിനി ബൊക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ ഒരു ഹാമ്പറാണ് ഇത് ചെയ്തോണ്ടിരിക്കണത്. ഇത് ഒരു ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് ഒരു ബൊക്ക ഉണ്ടാക്കാനുള്ളതാണ്. ഇന്ന് പിന്നെ ചെറിയൊരു സ്പെഷ്യൽ ആയിട്ടൊരു പരിപാടിയും പാടുണ്ട്. അത് ഈ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് കാണാം. അങ്ങനെ പിന്നെ അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഞാൻ ഈ ബോക്സൊക്കെ ഇതേപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചു കൊടുക്കാണ്. ഇത് എനിക്ക് വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തിട്ട് 2 ചോക്ലേറ്റും പാടെ ആഡ് ആക്കാണ്ടിട്ട് അത് ഞാൻ വാങ്ങിയിട്ടില്ല. ഇനി അത് ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ വേണം വാങ്ങാന്. അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കാണ്. ഞാൻ പുറത്തേക്കൊന്നും പോണില്ല കേട്ടോ. എന്നാൽ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ടേബിളിൽ വെച്ചിട്ട് തന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ വേഗം എടുക്കാന്ന് കരുതാണ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേഗം എടുത്ത് വെക്കാട്ടോ ചെയ്യണത്. സാധാരണ ഞാൻ എടുത്ത് വെക്കല്ല, എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ വെച്ചിട്ട് പോകാട്ടോ ചെയ്യല്. ഇപ്പൊ എന്തോ തോന്നി, അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ എടുത്ത് വെച്ച്. പിന്നെ മേശമെല്ലാം കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കൈ കൊണ്ട് തന്നെ തട്ടിട്ടോ. പിന്നെ എന്റെ അനിയനെന്ന് ടാലന്റിന്റെ എക്സാം ഉണ്ടായിന്. അപ്പൊ അതിന് അവൻ പോയിട്ടുണ്ട്. അപ്പൊ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. എന്റെ ഒരനിയത്തി പിന്നെ അതും ഉണ്ട് കേട്ടോ അവിടെ, അവന്റെ കൂടെ ഉണ്ട്, സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാനും പാടെ അങ്ങോട്ട് പോവാണ്. വലിയൊരു ദൂരമൊന്നുമില്ല കേട്ടോ, നമുക്ക് കുറച്ചുള്ളൂ. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ഒരു ദൂരമുള്ളൂ. അങ്ങനെ പിന്നെ നടന്നിങ്ങനെ പോവാണ്. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ സ്കൂളിലൊക്കെ എത്തിയിട്ട് അവിടെ മുന്നിൽ തന്നെ ആദ്യം നോക്കിക്കാട്ടോ ഞാൻ കണ്ടിട്ട്. പിന്നെ അങ്ങനെ അവന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോകാണ്. അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് നേരെ പോവാണ്. ഇതിൽ ഞാൻ കുറേ ഭാഗങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ചില ടൈമിലൊക്കെ ബസ്സിലൊക്കെ കയറുമ്പോൾ കഴിയാത്തതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പോൾ പോണത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ്. നിലമ്പൂർ കരുളായി അവിടെയാണ് കേട്ടോ വീട്. അപ്പം അവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിന്. അപ്പം അങ്ങനെ പോയി ഫസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങള് മുകൾക്ക് പോയിട്ട് വെറുതെ അങ്ങനെ ഇരിക്കണം. അടിയിലാണെങ്കിൽ നിറയെ ആൾക്കാരാട്ടോ. അപ്പം അങ്ങനെ മുകളിൽ പോയി ജസ്റ്റ് നേരെ കുത്തിർന്നിട്ട് പിന്നെ ഞങ്ങള് ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ അയച്ചിട്ടുണ്ടായിനി. അത് പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തേ ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിനി. അപ്പൊ അതും അവിടെ ഇരുന്നിട്ട് ഭയങ്കര തീറ്റയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളായാൽ മതി. അപ്പൊ അതൊക്കെ അങ്ങനെ കഴിച്ച് പിന്നെ ഞങ്ങള് പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് ഓലൊക്കെ ഫോട്ടോ എടുക്കാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ അവിടെ ആണെങ്കിൽ കുറെ ചെടികളും ഇതേപോലെ കിളികളും മീനുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രസമാട്ടോ അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. എന്നിട്ടാണ് പരിപാടി. ഇന്ന് ആദുവിന്റെ ബർത്ത്ഡേ ആണ്. ഓന് 2 വയസ്സാവാണ് കേട്ടോ. അൽഹംദുലില്ലാ.
പിന്നെ ചുമരൊന്നും ശ്രദ്ധിക്കണ്ട, അത് ഇവര് രണ്ടാളെ പരിപാടിയാണ്. അങ്ങനെ ഞങ്ങള് പോന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിനി, ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങള് ബർത്ത്ഡേന്റെ വാങ്ങിയത്, ബ്രൈഡ് ടു ബി ആട്ടോ വാങ്ങിയത്. അത് അങ്ങനെ മാറിപ്പോയി. പിന്നെ ആ കാക്ക കേക്ക് കൊണ്ടുവരുമ്പോ അത് ഇങ്ങനെ മാറ്റിയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ. ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഓന്റെ ചെറിയൊരു ഷോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ.